SSLC ഫലപ്രഖ്യാപനത്തിന് ശേഷം മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധി തന്നെയാണ് വലിയ ചർച്ചയാകുന്നത്. UDFന്റെ ഭരണകാലത്ത് പ്രൈവറ്റ് രജിസ്ട്രേഷൻ വർദ്ധിപ്പിച്ചതാണ് മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിക്ക് പ്രധാന കാരണമെന്ന് മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി KT ജലീൽ കുറ്റപ്പെടുത്തുന്നു. LDF സർക്കാർ പിന്നീട് അധിക ബാച്ചുകൾ നൽകിയതോടെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ പകുതിയായി കുറഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റവും കൂടുതൽ കാലം കൈകാര്യം ചെയ്ത മുസ്ലിം ലീഗിന് പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചില്ല. സീറ്റ് വിഷയത്തിൽ ഇന്ന് ലീഗ് ഉൾപ്പെടെ ഇടത് സർക്കാരിനെ വിമർശിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണെന്നും KT ജലീൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയെ ചൊല്ലി സംസ്ഥാന സർക്കാരിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിവിധ വിദ്യാർത്ഥി സംഘടനകൾ ഇക്കാര്യത്തിൽ പരസ്യമായി തന്നെ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ ഒരു +1 സീറ്റ് പ്രതിസന്ധിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥയാണ് കാരണമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നിരവധി വിദ്യാർത്ഥികൾ സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയുമാണ്. എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ വിലയിരുത്തുന്നത്? അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയ ആരോപണങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മലപ്പുറം ജില്ല ഏറ്റവും അധികം ജനസംഖ്യയുള്ള സംസ്ഥാനത്തെ ജില്ലയാണ്. ഏതാണ്ട് 50 ലക്ഷത്തോളം ആളുകളാണ് മലപ്പുറം ജില്ലയിൽ അധിവസിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് അതിൻ്റേതായിട്ടുള്ള ഒരു സൗകര്യം ഒരു കാലത്തും മലപ്പുറം ജില്ലയിൽ ഉണ്ടായിട്ടില്ല. മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും അവസാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നത് ശ്രീ അബ്ദുൾ റബ്ബാണ്. അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അവസാന വർഷം എന്ന് വെച്ചാൽ 2015-16 അധ്യയന വർഷം. ആ അധ്യയന വർഷത്തിൽ സ്കോൾ കേരളയിൽ നമ്മളുടെ ജില്ലയിൽ നിന്ന് പ്രൈവറ്റായി SSLCക്ക് രജിസ്റ്റർ ചെയ്തിരുന്ന കുട്ടികളുടെ എണ്ണം 25,000-ലധികമായിരുന്നു. അത് കഴിഞ്ഞ വർഷം 12,000-ആയിട്ട് ചുരുങ്ങി. കാരണം ഒരുപാട് സീറ്റുകൾ ഇവിടെ കൂടുതലായിട്ട് അനുവദിച്ചു. കഴിഞ്ഞ വർഷം മാത്രം ഏതാണ്ട് ഒരു 60ഓളം പുതിയ ബാച്ചുകൾ നമ്മളുടെ ജില്ലയിൽ നൽകി. മറ്റുള്ള ജില്ലകളിലൊക്കെ തന്നെ കൂടുതൽ ബാച്ചും സീറ്റുമുണ്ട് എന്നുള്ളത് ഒരുപാട് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. തെക്ക് ഭാഗത്ത് നിന്നുള്ള കുട്ടികളില്ലാത്ത സീറ്റുകൾ, ബാച്ചുകൾ ഇങ്ങോട്ട് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടി വന്നത് ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് മാത്രമാണ്. അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് തെക്ക് ഭാഗത്തുള്ള ബാച്ചുകളോ സീറ്റുകളോ മലബാറിലേക്ക് മാറ്റിയതായിട്ട് ഒരെണ്ണം പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അവിടെയുള്ളത് അവിടെ നിലനിർത്തി, ഇവിടെ കൊടുക്കുമ്പോൾ അവിടെയും കൂടുതൽ കൊടുത്തു. അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന 2015-16 അധ്യയന വർഷത്തിൽ 25,000-ലധികമായിരുന്നു ഇവിടെ നിന്ന് സ്കോൾ കേരളയിൽ രജിസ്റ്റർ ചെയ്ത കുട്ടികളുടെ എണ്ണം. അന്ന് ഒരു സമരമോ ഒരു പ്രക്ഷോഭമോ നടത്താൻ എന്തേ ഇവരാരും തയ്യാറാകാതിരുന്നത്? അപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് വരുമ്പോൾ മാത്രമാണോ +2 സീറ്റില്ല എന്നുള്ളത് ഈ മലപ്പുറത്തൊരു വിഷയമാക്കി കൊണ്ടുവരുന്നത്? അതിലൊരു രാഷ്ട്രീയമുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. സീറ്റുകൾ വർധനവ് എന്ന് പറയുന്നത് 50 സീറ്റ് 60 സീറ്റാക്കുക എന്നുള്ളത് കാലങ്ങളായിട്ട് നിലനിൽക്കുന്നതാണ്. അത് UDF ഭരിച്ചിരുന്ന കാലത്തും ഈ വർധനവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അന്ന് കുട്ടികൾക്ക് 2011 മുതൽ 16 വരെ കുട്ടികൾക്ക് ഞെരുങ്ങി ഇരുന്ന് പഠിക്കാം, പ്രശ്നമല്ല. കാരണം ലീഗ് ഭരണത്തിലുള്ളത് കൊണ്ട് നമ്മൾ വളരെ ഉത്തരവാദിത്തം ആ കാര്യത്തിൽ കാണിക്കണം. ഇപ്പോൾ മാത്രം അതെങ്ങനെയാണ് വലിയ പ്രശ്നമാകുക? ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ സൗകര്യങ്ങൾ വർദ്ധിച്ചു. അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് നമ്മളുടെ സർക്കാർ സ്കൂളുകളുടെ അവസ്ഥ എന്തായിരുന്നു? ഇപ്പോൾ സർക്കാർ സ്കൂളുകളുടെ അവസ്ഥ എത്ര മെച്ചപ്പെട്ടു, എത്ര പുതിയ ക്ലാസ് റൂമുകൾ, പുതിയ ബിൽഡിങ്ങുകൾ എല്ലാം വന്നു. അന്ന് അതുപോലും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അന്ന് 20% വർധനവ് നൽകിയിരുന്നു. UDF ഭരിക്കുന്ന 2011-16 കാലയളവിൽ ഇങ്ങനെ ഒരു വർധനവ് നൽകിയിട്ടില്ല എങ്കിൽ നമുക്ക് പറയാം. എന്തായാലും മലബാറിൽ +1 സീറ്റ് പ്രതിസന്ധിക്ക് ഉത്തരവാദി മുസ്ലിം ലീഗാണെന്ന KT ജലീലിന്റെ പ്രസ്താവന തള്ളുകയാണ് PK കുഞ്ഞാലിക്കുട്ടി. വാദപ്രതിവാദങ്ങൾ കൊണ്ട് കാര്യമില്ല, ഭരണം കയ്യിലുള്ളവർ പരിഹാരം കാണണം. UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അന്നുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് 100% പരിഹാരം കണ്ടിട്ടുണ്ട് എന്ന് തെളിയിച്ചു തരാം. +1 സീറ്റ് പ്രതിസന്ധി സർക്കാർ അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ മുസ്ലിം ലീഗ് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. +2 കോഴ്സുള്ള വിദ്യാലയങ്ങൾ അതൊക്കെ ആരുടെ കാലത്ത് അനുവദിച്ചാന്നൊന്ന് റിസർച്ച് ചെയ്താൽ മതി. മുഴുവൻ UDF കൊടുത്തതാണ്. വാദപ്രതിവാദമല്ല ഇപ്പോൾ വേണ്ടത് സൊല്യൂഷനാണ്. 7 കൊല്ലം മുമ്പ് ലീഗ് ഉത്തരവാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കലാണോ റെസ്പോൺസിബിലിറ്റി? ഈ 6-7 കൊല്ലം കഴിഞ്ഞ് പഠിക്കാൻ കഴിയാത്ത കുട്ടികളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി
ഭരണം കയ്യിലില്ലേ? അതുകൊണ്ട് ഇതിന് സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കണം. 5 കൊല്ലം കഴിഞ്ഞ് ഞങ്ങളുടെ UDF ഗവൺമെൻറ് വരുമ്പോൾ അതാത് സമയത്തുള്ള പ്രശ്നങ്ങൾക്ക് 100% സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് ഞാൻ തെളിയിച്ചു തരാം. അത് സൊല്യൂഷൻ ഉണ്ടാകുന്നില്ലെങ്കിൽ തീർച്ചയായും ജനാധിപത്യപരമായ പ്രതിഷേധത്തിലേക്ക് ഞങ്ങൾ പോകും. മുബഷീർ പി അക്ബർ നൽകും വിവരങ്ങൾ മലപ്പുറത്ത് നിന്ന്. മുബഷീർ, KT ജലീലിന്റെ വാദങ്ങൾ ഇക്കാര്യത്തിൽ LDF സർക്കാർ വരുമ്പോൾ മാത്രമാണ് ഇതെന്താണ് പ്രശ്നമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നതാണ്. UDF സർക്കാരാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുത്തി വെച്ചത് എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു നോക്കിയാണ്. പക്ഷേ PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത് പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിൽ വ്യക്തമായ വിവരങ്ങളുണ്ട്, അത് മുന്നോട്ട് വയ്ക്കാം എന്നൊക്കെയാണ്. ഏതായാലും ശക്തമായ പ്രതിഷേധത്തിലേക്ക് തന്നെ ഇത്തവണയും കാര്യങ്ങൾ നീങ്ങുമെന്ന് ഉറപ്പിക്കാമല്ലേ? നിശ്ചയമായും വിനീത, ആ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി, വിശേഷം മലപ്പുറം ജില്ലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അനിശ്ചിതത്വത്തിൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളും തുടരുന്ന സാഹചര്യത്തിലാണ് മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ KT ജലീലിൻ്റെ ഒരു പ്രതികരണം നമുക്ക് ലഭിക്കുന്നത്. അദ്ദേഹം നിശ്ചിതമായ ഭാഷയിലാണ് കഴിഞ്ഞ UDF ഭരണത്തുണ്ടായിരുന്ന സമയത്തെ വിദ്യാഭ്യാസ വകുപ്പിനെയും മുസ്ലിം ലീഗിനെയും ഉൾപ്പെടെ വിമർശിക്കുന്നത്. ഏറ്റവും അധികം കാലം കേരളത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത മുസ്ലിം ലീഗായിരുന്നു. കഴിഞ്ഞ തവണ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന UDF മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന അബ്ദുറബിൻ്റെ കാലത്താണ് ഏറ്റവും അധികം പ്രൈവറ്റ് രജിസ്ട്രേഷൻ കേരളത്തിൽ നടന്നത്. ആ സ്കോൾ കേരള വെബ്സൈറ്റിൽ 25,000-ലധികം രജിസ്ട്രേഷൻ അക്കാലത്തുണ്ടായി. അതായത് പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഏറ്റവും അധികം വർദ്ധിച്ച UDFിൻ്റെ ഭരണകാലത്ത്. അതായത് അക്കാലത്തെ ഏറ്റവും കുറവ് സീറ്റ് +1 മലബാറിലുണ്ടായത് കൊണ്ടാണ് വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടി വന്നത്. സ്വാഭാവികമായും അത് UDF സർക്കാരിൻ്റെ ഒരു കെടുകാര്യസ്ഥമായിരുന്നു. കൂടാതെ ഇത്രയും അധികം കാലം വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത പാർട്ടി എന്ന നിലയിൽ അക്കാലങ്ങളിലൊന്നും തന്നെ മുസ്ലിം ലീഗിന് ഒരു വിഷയത്തിൽ ഇടപെടാൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട് ഇടതുപക്ഷം മാത്രം ഭരണത്തിൽ വരുമ്പോൾ ഇക്കാര്യം ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നൊരു ചോദ്യമാണ് KT ജലീൽ ഉന്നയിക്കുന്നത്. ഇതിന് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. മുസ്ലിം വിരുദ്ധത മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ CPM-നെതിരെ, ഇടതുപക്ഷത്തിനെതിരെ ഇത്തരമൊരു പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് KT ജലീൽ പറഞ്ഞു വെക്കുന്നത്. ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടിയാണ് മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി മുൻ മന്ത്രി കൂടിയായ PK കുഞ്ഞാലിക്കുട്ടി നടത്തിയിരിക്കുന്നത്. കേവലം വാദപ്രതിവാദങ്ങൾ കൊണ്ട് മാത്രം കാര്യമില്ല, വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയമാണ്. അതായത് നിരവധി വിദ്യാർത്ഥികൾ സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കുന്നുണ്ട്. LDF-നെ സംബന്ധിച്ച് തുടർച്ചയായി 2ാം തവണയാണ് സംസ്ഥാനം ഭരിക്കുന്നത്. ഇത്ര കാലമായിട്ടും ഈ ഒരു വിഷയം പരിഹരിക്കാൻ അവർക്ക് സാധിച്ചില്ല. UDF-നെ സംബന്ധിച്ച് മലബാറിൽ ഉൾപ്പെടെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നത് തങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അത്തരം വാദമുഖങ്ങൾക്കൊന്നും തന്നെ പോകാതെ ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് സർക്കാർ പരിഹാരം കാണുകയാണ് വേണ്ടത്. കാരണം വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണ്. ഫുൾ A+ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പോലും സീറ്റ് ലഭിക്കാതെ വരുന്നത് വലിയ നിരാശയിലേക്കാണ് അവരെ തള്ളിവിടുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ അടിയന്തരമായി ഇടപെടണം. അതില്ലാത്ത സാഹചര്യത്തിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുസ്ലിം ലീഗ് രംഗത്ത് വരുമെന്നുള്ളതാണ് PK കുഞ്ഞാലിക്കുട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും മുസ്ലിം ലീഗ് ഈ വിധത്തിലുള്ളൊരു പ്രഖ്യാപനം ഈ ഒരു വിഷയത്തിൽ നടത്തുക എന്നുള്ളതാണ്. എന്തായാലും രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ ആ നിലയിൽ തന്നെ തുടരുന്നുണ്ട്. അതേസമയം മലബാറിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, വിശേഷം മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇപ്പോഴും 10,000-ലധികം വിദ്യാർത്ഥികൾ മുഴുവൻ A+ ലഭിച്ചിട്ടും +1 സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കുന്നു എന്ന സാഹചര്യം വസ്തുതയെ തന്നെ നമുക്ക് മുന്നിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിനീത, ശരി, ഏതായാലും പ്രതിസന്ധി ഉണ്ട് എന്ന് തന്നെയാണ് മുബഷീർ പറയുന്നത്. സർക്കാർ തന്നെ ഇക്കാര്യത്തിൽ ഒരു ഫലപ്രദമായ ഇടപെടൽ നടത്തുകയും വേണം. അധിക സീറ്റുകളല്ല, അധിക ബാച്ചുകൾ വേണം എന്ന് തന്നെയാണ് അധ്യാപകർ ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നത്.